ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി കോഴിക്കോട് വേണ്ടിയിരിക്കട്ടെ. ഈ കാണുന്ന ഗുളികൾ ഞാൻ എപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കൂടെ അത്യാവശ്യമായി വേണ്ടി സാധനങ്ങളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് പാരഗണിക്കാട്ടെ. കോഴിക്കോട് വന്ന് എന്താണെങ്കിലും പാരഗണി ഫുഡ് കഴിക്കണം. എന്നാന്നറിയില്ല, അവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഞാൻ എപ്പോൾ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കൽ കേട്ടോ. ഉച്ചക്ക് ഫുഡ് വരണ വരെ ബോറടിച്ച് സ്നാപ്ചാറ്റിൽ ഇരുന്ന് കളിക്കണതാണ് ഇങ്ങളീ കാണുന്നത്. പിന്നെ കുറെ നേരം കാത്തിരിപ്പിനോട് വലിയ നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്മെല്ല് തന്നെ വേറെ ലെവലാട്ടെ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടൻ ബിരിയാണിയാണ്. പിന്നെ എന്റെ ഉണ്ണിയും ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ലഗൂൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇനി ക്യാമറ ഓൺ ആക്കിച്ചിട്ട് അറിയാത്ത പോലെ അതിൽ നോക്കിയിരുന്ന് തിന്നാം. നല്ല വിശപ്പുണ്ടായിരുന്ന കാരണം അധികം നേരം ക്യാമറ ഓൺ ആക്കിച്ചിട്ട് അതിൽ നോക്കിയിരുന്ന് കളിച്ചില്ല. നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് തീർത്ത്. ഞാൻ കഴിച്ചാൽ പിന്നെ നമുക്ക് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഓർഡർ ചെയ്തിട്ടോ. അത് നല്ല അടിപൊളി വായിലിട്ട അലിഞ്ഞ പോണ ടൈപ്പ് പുഡിംഗ് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്ത് ഇവിടെ വേണ്ടിയിട്ടെങ്കിൽ എന്താണെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനം കൂടി ഉണ്ടത്. ഉണ്ടാക്കിയ ആളോട് ഇതിന്റെ റെസിപ്പി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നീറ്റ് പോയി അടുക്കളയിൽ പോയി ചോദിച്ചിട്ട് വീട്ടിൽ വേണ്ടി ഞാൻ അത് ഉണ്ടാക്കുമ്പോഴേക്കും വേറൊരു സംഭവമായി മാറും. അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദാ നിൽക്കണ നമ്മളുടെ നോറയുടെ ബോയ് ഫ്രണ്ട്. അപ്പൊ അവരായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. കുറെ ആയി നല്ല ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഐ ഷാഡോസ് തപ്പി നടക്കുന്നുണ്ട്. എപ്പൊ നോക്കിയാലും എനിക്ക് സെറ്റ് ആവില്ല. ഒരു അടിപൊളി ഫൗണ്ടേഷൻ ഒക്കെ ട്രൈ ചെയ്ത് അത് വാങ്ങിയില്ല. പകരം ഞാൻ ഐ ഷാഡോ പലറ്റ് വാങ്ങി. ഞാൻ അടുത്ത വീഡിയോയിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടാ. ആ ഫൗണ്ടേഷൻ വാങ്ങാൻ പറ്റാത്തതിന്റെ നല്ല റിഗ്രറ്റ്സ് എന്റെ മുഖത്തുണ്ട് കേട്ടോ. ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത്. എത്തിയിട്ട് തുറക്കാൻ എനിക്ക് ക്ഷമയില്ലാത്ത കാരണം ഞാൻ കറിയിൽ തന്നെ അത് പൊളിച്ചു നോക്കിയിട്ട് അതിന്റെ വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ജങ്കാറി കയറിട്ട് അപ്പുറത്ത് എത്താൻ പോവാണ്. കാലം മുന്നേട്ട് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പൊ കയറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും നല്ലൊരു അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നേരം കോഴിക്കോട് ഉണ്ടായിട്ട് കോഴിക്കോടുണ്ട് കഴിഞ്ഞേക്കണാണ് ഉമ്മാക്ക് കല്ലുമക്കായ തിന്നാൻ പൂതികളാക്കിയത് കേട്ടോ. അങ്ങനെ ചില്ലുംകൂട്ടി ഇരിക്കണ കല്ലുമക്കായനെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അത് തിന്നാൻ കൊള്ളൂല്ലോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളെ മേമാടെ വീട്ടിൽ പോയി. വരേണ്ടെന്ന് കേട്ടപ്പോൾക്ക് പഴംപൊരിയും ജ്യൂസും ചായയൊക്കെ ഉണ്ടാക്കി മേമാടെ സ്നേഹം നിങ്ങൾ കാണാണ്ട് പോയത് കേട്ടോ. മേമാർ അമ്മായിമാവാൻ പോണേന്റെ പൊലിവാണ് മേമാടെ പോത്തി കണ്ടത്. അവിടെ കുത്തിരുന്ന് കുറച്ച് തള്ളലും നോനി പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ എടപ്പാളിലെ TNT പോയിട്ട് നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ ഗൈസ് ബാക്കി നാളെ ബൈ.